വർഷങ്ങളോളം മരുഭൂമിയിലെ കഠിനമായ ചൂടിൽ ചോര നീരാക്കി സമ്പാദിച്ച പണം നാട്ടിലേക്ക് അയക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ വക ഒരു നോട്ടീസ് നിങ്ങളുടെ ഇമെയിലിൽ വന്നാൽ എന്ത് ചെയ്യും? ഞാൻ വിദേശത്ത് ടാക്സ് ഇല്ലാത്ത രാജ്യത്താണ് ജോലി ചെയ്യുന്നത്, എനിക്കെന്തിനാണ് നാട്ടിൽ നിന്ന് നോട്ടീസ് എന്ന് ചോദിച്ച് ഒട്ടുമിക്ക പ്രവാസികളും ഈ നോട്ടീസുകൾ അവഗണിക്കാറാണ് പതിവ്. പക്ഷെ ഓർക്കുക, കള്ളപ്പണ ഇടപാടുകൾ തടയാൻ ഇന്ത്യൻ ടാക്സ് നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയ ഈ സാഹചര്യത്തിൽ നിങ്ങൾ വിദേശത്തിരുന്ന് ചെയ്യുന്ന ചില ചെറിയ അശ്രദ്ധകൾ നിങ്ങളെ വലിയൊരു സാമ്പത്തിക കെണിയിൽ എത്തിച്ചേക്കാം. സാധാരണ എല്ലാവരും വരുന്ന ഒന്നാമത്തെ തെറ്റ് സ്വന്തം പേരിലുള്ള റെസിഡന്റ് അക്കൗണ്ടിലേക്ക് പണം അയക്കലാണ്. നമ്മൾ കാണുന്ന ആദ്യത്തെ വലിയ തെറ്റ് ഗൾഫിലേക്ക് പോയി കഴിഞ്ഞിട്ടും നാട്ടിലുള്ള തങ്ങളുടെ പഴയ സാധാരണ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് നിരന്തരമായി പണം അയക്കുന്നു എന്നതാണ്. നിയമപരമായി ഒരു മലയാളി വിദേശത്ത് ജോലിക്ക് പ്രവേശിച്ച് NRI പദവി കൈവരിച്ചാൽ നാട്ടിലുള്ള അയാളുടെ സാധാരണ അക്കൗണ്ടുകൾ ഒന്നെങ്കിൽ NRI അല്ലെങ്കിൽ NRO അക്കൗണ്ടുകളാക്കി മാറ്റണം. ഇത് ചെയ്യാതെ പഴയ അക്കൗണ്ടിലേക്ക് വിദേശത്ത് നിന്ന് വൻതോതിൽ പണം വരുമ്പോൾ ബാങ്കുകൾ ഈ വിവരങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സിസ്റ്റത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യും. നിങ്ങൾ അയക്കുന്നത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണെങ്കിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കണ്ണിൽ ഇത് ടാക്സ് വെട്ടിപ്പ് നടത്താൻ സാധ്യതയുള്ള ഒരു ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ മാത്രമാണ്. ഇതിന്റെ ഫലമായിട്ടാണ് ആദ്യത്തെ നോട്ടീസ് നിങ്ങളെ തേടി വരുന്നത്. രണ്ടാമത്തെ തെറ്റ് ഭാര്യയുടെയോ ബന്ധുക്കളുടെയോ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം മാറ്റൽ. രണ്ടാമത്തെ തെറ്റ് വളരെ വൈകാരികമായ ഒന്നാണെന്ന് ഞാൻ പറഞ്ഞു. പ്രവാസികളിൽ പലരും നാട്ടിലുള്ള ഭാര്യയുടെയോ അമ്മയുടെയോ അല്ലെങ്കിൽ സഹോദരങ്ങളുടെയോ സാധാരണ അക്കൗണ്ടിലേക്ക് നേരിട്ട് വലിയ തുകകൾ അയക്കാറുണ്ട്. വീട് വെക്കാനോ സ്ഥലം വാങ്ങാനോ ഒക്കെ ആയിരിക്കും ഇത് ചെയ്യുന്നത്. ഇവിടെയാണ് ഇൻകം ടാക്സിലെ ക്ലബിംഗ് ഓഫ് ഇൻകം വരുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ അയച്ചു എന്ന് കരുതുക. ആ പണം ഉപയോഗിച്ച് ഭാര്യ നാട്ടിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു. ആ FDയിൽ നിന്ന് കിട്ടുന്ന പലിശ വരുമാനം ഭാര്യയുടേതല്ല, മറിച്ച് പണം അയച്ച നിങ്ങളുടെ വിദേശ വരുമാനത്തോട് ചേർത്ത് ഇന്ത്യയിൽ നികുതി ഈടാക്കും. ഇത് പല പ്രവാസികളും റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും കാണിക്കാറില്ല. ഇവിടെയാണ് ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കൃത്യമായി പിടികൂടുന്നത്. ഭാര്യയ്ക്ക് സ്വന്തമായി വരുമാനമില്ലാത്ത സ്ഥിതിക്ക് ഈ ലക്ഷങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന ചോദ്യവുമായി അവർക്ക് നോട്ടീസ് വരാൻ ഇത് കാരണമാകും. മൂന്നാമത്തെ തെറ്റ്, നാട്ടിലെ വരുമാനം NRI അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കൽ. NRI അക്കൗണ്ടിന്റെ നിയമങ്ങൾ കൃത്യമായി അറിയാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. നമുക്കറിയാം, NRI അക്കൗണ്ടിൽ വരുന്ന പണത്തിന് ഇന്ത്യയിൽ പലിശയ്ക്കോ തുകയ്ക്കോ നികുതി കൊടുക്കേണ്ടതില്ല. ഇത് പൂർണ്ണമായും ടാക്സ് ഫ്രീ ആണ്. പക്ഷേ നിയമപ്രകാരം വിദേശത്ത് നിന്ന് നേടുന്ന വരുമാനം മാത്രമേ NRI അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാൻ പാടുള്ളൂ. എന്നാൽ ചില പ്രവാസികൾ നാട്ടിലുള്ള അവരുടെ വീട്ടുവാടക അല്ലെങ്കിൽ നാട്ടിലെ കൃഷിയിൽ നിന്നുള്ള വരുമാനം, ഷെയർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ലാഭമൊക്കെ നേരെ കൊണ്ടുപോയി ഈ NRI അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഇത് ഗുരുതരമായ ഒരു FEMA നിയമലംഘനമാണ്. നാട്ടിലെ വരുമാനം നിക്ഷേപിക്കേണ്ടത് NRO അക്കൗണ്ടിലാണ്. NRI അക്കൗണ്ടിലേക്ക് ഇന്ത്യൻ വരുമാനം മിക്സ് ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ടിന്റെ ടാക്സ് ഫ്രീ പദവി മാത്രമല്ല നഷ്ടപ്പെടുക, വലിയ തുക പിഴയായി നൽകേണ്ടിയും വരും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഗൾഫിൽ കഷ്ടപ്പെടുന്ന പണം പൂർണ്ണമായും നിയമപരമായി നാട്ടിലെത്തിക്കാൻ എപ്പോഴും ഒരു NRI NRO അക്കൗണ്ട് മാത്രം ഉപയോഗിക്കുക. വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ കൃത്യമായ ബാങ്ക് രേഖകൾ സൂക്ഷിക്കുക. പരസ്യങ്ങളുടെ വലിയ വാഗ്ദാനങ്ങൾ കണ്ട് കൺഫ്യൂഷൻ ആകാതെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക എന്നതാണ് ഒരു സ്മാർട്ട് പ്രവാസിയുടെ ലക്ഷ്യം. ശ്രദ്ധിക്കുക, ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ പൂർണ്ണമായും സാമ്പത്തിക അവബോധത്തിനും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും മാത്രമുള്ളതാണ്. വ്യക്തിപരമായ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുൻപ് നിങ്ങളുടെ ഓഡിറ്ററുമായോ ടാക്സ് കൺസൾട്ടന്റുമായോ സംസാരിച്ച് മാത്രം ഫൈനൽ തീരുമാനമെടുക്കുക.